കുഞ്ഞിമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതേ ഒരു കുഞ്ഞിപ്പുഴുവിന്റെ കഥയാണ്. പച്ച നിറമുള്ള ഒരു കുഞ്ഞിപ്പുഴു. ആകാശത്തിൽ ഇങ്ങനെ അമ്പിളിമാമൻ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രാത്രി, ഒരു ഇലയിൽ ഒരു ഇത്തിരി കുഞ്ഞൻ മുട്ട. പിറ്റേ ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ ആ മുട്ട ടപ്പ് എന്നൊന്നു പൊട്ടി പച്ച നിറമുള്ള ഒരു കുഞ്ഞിപ്പുഴു പുറത്തേക്ക് വന്നു. അവൻ പുറത്തേക്ക് വന്നപ്പോഴേ ഒരു പാട്ടുപാടി. എങ്ങനെയാണെന്നറിയോ? റോളി പോളി കാറ്റർപില്ലർ, റോളി പോളി കാറ്റർപില്ലർ, റോളി പോളി കാറ്റർപില്ലർ. അതിന്റെ തൊട്ടടുത്ത ദിവസം, ഏതാ ദിവസം? തിങ്കളാഴ്ച, മൺഡേ. നമ്മുടെ കുഞ്ഞിപ്പുഴുവിന് വയറു വിശന്നു. എന്ത് ചെയ്യും? കുഞ്ഞിപ്പുഴു ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു പോയപ്പോൾ ഒരു ആപ്പിൾ മരം കണ്ടു. ഹായ്, ആപ്പിൾ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ഒരാപ്പിൾ കഴിച്ചു. അതിനടുത്ത ദിവസം ട്യൂസ്ഡേ, ചൊവ്വാഴ്ച. അന്നും അവന് വല്ലാത്ത വിശപ്പ്. ഇന്നെന്ത് കഴിക്കും? കുഞ്ഞിപ്പുഴു ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞു പോയപ്പോൾ ദാ ഒരു പേർമരം. ഹായ്, നിറയെ പേർപ്പഴങ്ങൾ. ഈ പേർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയണം. അടുത്ത തവണ ഫ്രൂട്ട് ഷോപ്പിൽ പോകുമ്പോൾ എന്റെ കുഞ്ഞുമണികൾക്ക് പേർ ഫ്രൂട്ട് വാങ്ങിത്തരാൻ, കേട്ടോ? ചന്തമുള്ള പേർപ്പഴങ്ങൾ. എത്ര എണ്ണം അവൻ കഴിച്ചെന്നറിയാമോ? 2, 2 എണ്ണം. ട്യൂസ്ഡേ he ate 2 pears. എന്നിട്ട് സന്തോഷത്തോടു കൂടി തിരികെ പോയി. മൂന്നാമത്തെ ദിവസം വെൻസ്ഡേ, ബുധനാഴ്ച. ഒന്നും അവന് വലിയ വിശപ്പ്. എന്തെങ്കിലും എനിക്ക് ഇപ്പൊ കഴിക്കണം. ആര് പറഞ്ഞു? നമ്മുടെ കുഞ്ഞിപ്പുഴു. എന്ത് കഴിക്കും? ഭക്ഷണം അന്വേഷിച്ചു പോകാം എന്ന് പറഞ്ഞ അവനിങ്ങനെ വീണ്ടും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് റോളി പോളി കാറ്റർപില്ലർ, റോളി പോളി കാറ്റർപില്ലർ. ഭക്ഷണം തേടി നമ്മുടെ കുഞ്ഞിപ്പുഴു ഇങ്ങനെ പോയപ്പോഴാണ് ഒരു പ്ലം മരം കണ്ടത്. ഹായ്, പ്ലംസ്. എനിക്ക് കൊതിയാവുന്നു. ഇപ്പൊ തന്നെ എനിക്ക് പ്ലംസ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അന്ന് എത്ര പ്ലംസ് കഴിച്ചു? 3 എണ്ണം കഴിച്ചു, ബുധനാഴ്ച ദിവസം. എന്നിട്ട് സന്തോഷത്തോടു കൂടി തിരികെ പോയി. ഇനി 4ാമത്തെ ദിവസം വ്യാഴാഴ്ച, തേഴ്സ്ഡേ. അയ്യോ, എനിക്ക് വിശക്കുന്നല്ലോ. ഇന്നലെ കഴിച്ച പ്ലം എല്ലാം ഇപ്പോ വയറ്റിൽ കാണാനേ ഇല്ല. എവിടെ പോയോ എന്തോ. എനിക്ക് വിശക്കുന്നു. ആര് പറഞ്ഞു? റോളി പോളി കാറ്റർപില്ലർ, റോളി പോളി കാറ്റർപില്ലർ. അപ്പോൾ ഇനി ഭക്ഷണം കണ്ടുപിടിക്കണം. ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിപ്പുഴു വീണ്ടും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ഭക്ഷണം അന്വേഷിച്ചു പോയി. അപ്പോഴതാ സ്ട്രോബെറീസ്. ഹായ്, സ്ട്രോബെറീസ് കഴിക്കാം. ഇതിന്റെ റെഡ് കളർ കാണാൻ തന്നെ എന്തു ഭംഗിയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അന്നേ 4 സ്ട്രോബെറീസ് കഴിച്ചു. വയറ് നിറഞ്ഞു. ഓ, എന്ത് രുചിയാണ് ഈ സ്ട്രോബെറീസിന് എന്ന് പറഞ്ഞിട്ട് അവൻ തിരികെ പോയി. ഇനി 5ാമത്തെ ദിവസം വെള്ളിയാഴ്ച, ഫ്രൈഡേ. അന്നും അവൻ രാവിലെ പറഞ്ഞു, അയ്യോ, വയറ്റിലുണ്ടായിരുന്ന സ്ട്രോബെറീസ് എല്ലാം എവിടെ പോയി? എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കണം. ഭക്ഷണം തേടി പോകാം. റോളി പോളി കാറ്റർപില്ലർ, റോളി പോളി കാറ്റർപില്ലർ. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പുഴു ഭക്ഷണം അന്വേഷിച്ചു പോയി. ഹായ്, ഓറഞ്ചസ്. എന്തു ഭംഗിയാണ് ഇതിന്റെ നിറം കാണാൻ. ആഹാ, എന്ത് രുചിയായിരിക്കും ഇതിന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 5ാമത്തെ ദിവസം
5 ഓറഞ്ച് പഴങ്ങൾ കഴിച്ചു. അമ്പോ എന്റെ വയറങ്ങ് നിറഞ്ഞു പൊട്ടാറായല്ലോ. ഹോ, ഇനി എനിക്ക് ഭക്ഷണമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ തിരികെ പോയി. 6ാമത്തെ ദിവസം സാറ്റർഡേ, ശനിയാഴ്ച. രാവിലെ എഴുന്നേറ്റപ്പോഴോ, അയ്യോ, എന്റെ വയറ്റിലുണ്ടായിരുന്ന ഓറഞ്ച് എല്ലാം എവിടെ പോയി? എനിക്ക് വിശക്കുന്നല്ലോ, എനിക്കിപ്പോ ഭക്ഷണം കഴിക്കണം. ഇന്നാണെങ്കിൽ എല്ലാ ദിവസത്തേക്കാൾ കൂടുതൽ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പുഴു ഭക്ഷണം അന്വേഷിച്ചു പോയി. റോലി പോലി കാറ്റർപില്ലർ, റോലി പോലി കാറ്റർപില്ലർ. അവൻ എവിടെ എത്തിയെന്നറിയാമോ? അവന്റെ അടുത്ത വീട്ടിലെ ജാക്ക് എന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ജാക്കിന് വേണ്ടി ജാക്കിന്റെ അമ്മയും അച്ഛനും കുറേ സാധനങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നു. നമ്മുടെ കുഞ്ഞിപ്പുഴു നേരെ ഇഴഞ്ഞ് അവിടെ എത്തി. നോക്കിയപ്പോ ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുണ്ട്. അവൻ എന്ത് ചെയ്തെന്നോ? അവൻ പെട്ടെന്ന് തന്നെ അവിടെ കണ്ട ചോക്ലേറ്റ് കേക്കും ലോലിപോപ്പും ചീസും വാട്ടർമെലനും ഐസ്ക്രീമും കപ്പ് കേക്കും ഒക്കെ കഴിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ എപ്പോഴും ഓവറായിട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോ അച്ഛനും അമ്മയും പറയില്ലേ, മോനെ മോളെ വേണ്ട. എന്ത് സംഭവിക്കും? വയറുവേദനിക്കും. അങ്ങനെ ഉള്ള ഭക്ഷണം എല്ലാം എടുത്ത് കഴിച്ചതുകൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പുഴുവിന് വയറുവേദനിച്ചു. അയ്യോ, വയറുവേദനിക്കുന്നു, എനിക്കൊന്നും വേണ്ടായിരുന്നു, ഞാൻ എന്തിനാ ഇതെല്ലാം കഴിച്ചത്? അയ്യോ, എനിക്ക് വയറുവേദനിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞു സങ്കടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് അവൻ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് തിരികെ പോയി. പിറ്റേ ദിവസം സൺഡേ, രാവിലെ എഴുന്നേറ്റു നമ്മുടെ കുഞ്ഞിപ്പുഴു. എനിക്ക് ഭക്ഷണം ഒന്നും വേണമെന്ന് തോന്നുന്നില്ല, വയറിനിയും ശരിയായില്ല, എന്നാലും ഒരില കഴിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അവനൊരു കുഞ്ഞനില മാത്രം വന്ന് കഴിച്ചു. എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം തോന്നുന്നു, എനിക്കൊന്ന് ഉറങ്ങിയാ മതി. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു വീടുണ്ടാക്കാൻ പോവാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കുഞ്ഞിപ്പുഴു ഒരു കുഞ്ഞൻ വീടുണ്ടാക്കി. അതിന്റെ പേരെന്താണെന്നറിയാമോ? കക്കൂൺ. കക്കൂൺ എന്ന ഈ വീടിനുള്ളിൽ നമ്മുടെ കുഞ്ഞിപ്പുഴു കയറിയിരിപ്പായി. പിന്നൊരു 2 ആഴ്ചത്തേക്ക് അവൻ പുറത്തേക്ക് വന്നതേയില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവന്റെ വീടിന് ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കി. എന്നിട്ട് അതിലൂടെ അവൻ പുറത്തേക്ക് വന്നു. എന്നാൽ പുറത്തേക്ക് വന്നപ്പോഴോ അവൻ പഴയ റോലി പോലി കാറ്റർപില്ലർ, റോലി പോലി കാറ്റർപില്ലർ ആയിരുന്നില്ല. 2 ആഴ്ചത്തെ വിശ്രമത്തിന് ശേഷം തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന നമ്മുടെ കുഞ്ഞിപ്പുഴു അതിസുന്ദരനായ ഒരു ചിത്രശലഭമായി മാറിയിരുന്നു. അവൻ ഇങ്ങനെ പാറി നടക്കാൻ തുടങ്ങി. Flutter, flutter, butterfly, flutter, flutter, butterfly, fly up in the sky. Flutter, flutter, butterfly, flutter, flutter, butterfly, fly up in the sky. എന്ന് പാടിക്കൊണ്ട് അവൻ ഇങ്ങനെ സന്തോഷത്തോടെ പറന്നു നടന്നു. കുഞ്ഞുമണികളെ, ഈ കഥയുണ്ടല്ലോ, ഇത് ലോക പ്രശസ്തമായ ഒരു കുട്ടിക്കഥയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പുസ്തകം. എറിക് കാൾ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഇംഗ്ലീഷിലാണ് ഈ കഥ എഴുതിയത്. പുസ്തകത്തിന്റെ പേര് ദ വെരി ഹംഗ്രി കാറ്റർപില്ലർ. നല്ല രസമുള്ള കുട്ടികളുടെ ഒരു പുസ്തകമാണിത്. ആ പുസ്തകത്തിന്റെ ചിത്രം ഞാനിവിടെ കാണിക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കഥയാണ് നമ്മുടെ ഈ ആഹാരക്കൊതിയനായ കുഞ്ഞിപ്പുഴു ചിത്രശലഭമായി മാറിയ കഥ. നിങ്ങൾക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് മലയാളത്തിൽ പറഞ്ഞു തരാനായിട്ട് ചെറിയ ചില മാറ്റങ്ങളോട് കൂടിയാണ് ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞത്. ഇതില് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു അല്ലേ? അതായത് ചിത്രശലഭം കുഞ്ഞിപ്പുഴുവായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിന് പറയുന്നത്? കാറ്റർപില്ലർ. ആ കാറ്റർപില്ലർ എങ്ങനെയാണ് ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത്? റോലി പോലി കാറ്റർപില്ലർ, റോലി പോലി
കാറ്റർപില്ലർ. പിന്നെ ഏത് ദിവസമാണ് അവൻ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വന്നത്? ഓൺ എ സൺഡേ, ഞായറാഴ്ച. ആഴ്ചയിൽ ഏതൊക്കെ ദിവസങ്ങളാ ഉള്ളത്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് നമ്മുടെ കാറ്റർപില്ലർ കഴിച്ചത്? ആപ്പിൾ, pears, plums, strawberries, oranges. Very good, very good, very good. മിടുക്കന്മാർ. ഓക്കെ കുഞ്ഞുമണികളെ, അപ്പോ ഇന്നത്തെ കഥ ഇഷ്ടമായല്ലോ അല്ലേ? കഥ പറയുന്ന കൂട്ടത്തിൽ എനിക്കിന്ന് 3 ചക്കരക്കുട്ടികളുടെ പേര് കൂടി പറയാനുണ്ട്. യാഴ്നി സമുദ്ര, വേദിക നിഷിൽ, നിധിക്കുട്ടി. ഈ 3 പേരും ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ കഥകൾ കേൾക്കാറുണ്ടെന്നും അവർക്ക് കഥകൾ ഒരുപാട് ഇഷ്ടമാണെന്നും അവരുടെ അമ്മമാര് ആപ്പിളിനെ അറിയിച്ചു. 3 പേർക്കും നിറയെ സ്നേഹം. ചക്കരക്കുട്ടികളെ, ഇനിയും നിങ്ങൾ ഒരുപാട് കഥകൾ കേൾക്കണം കേട്ടോ. ഈ കൂട്ടത്തിൽ വേദിക മോള് നമ്മുടെ ആപ്പിളിലെ തന്നെ ഉള്ള പൂച്ചയുടെയും കുറുക്കന്റെയും കഥ നിങ്ങൾക്കറിയാമോ? നല്ല രസമുള്ള കഥയാണല്ലേ. ആ കഥയൊക്കെ സ്കൂളിൽ സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷനിൽ പറഞ്ഞ് സമ്മാനമൊക്കെ നേടിയത്രേ. മിടുക്കി, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അച്ഛനമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരും ഇതുപോലെ നമ്മുടെ കഥയുടെ ഇടയ്ക്ക് പറയണം എന്നുണ്ടെങ്കിൽ അതിന് മാർഗമുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണേ. വീണ്ടും കാണാം.